പ്രസൻസ് കമോൺ കേരള സീസൺ 6 അങ്ങനെ ലാസ്റ്റ് ഡേ ആണ് ഇന്നിപ്പോൾ എൻ്റെ കൂടെ ഉള്ളത്. നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ഡയറക്ടർ മാത്രമല്ല സ്ക്രീൻ റൈറ്ററാണ്, പ്രൊഡ്യൂസറാണ്, എല്ലാമായ സലീം അഹമ്മദ് സാറാണ്. സാർ വെൽക്കം. എന്താണ് കമോൺ കേരളയിൽ ഇപ്പോൾ നമ്മുടെ സിനിമാ പ്രേമികൾക്ക് സാർ ഒരു ക്ലാസ് എടുക്കാൻ പോവുകയാണ്, ലൈറ്റ് ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞിട്ട്. സാർക്ക് എന്താണ് പറയാനുള്ളത്? ബേസിക്കലി ഞാൻ കണ്ണൂരുകാരനാണ്. കണ്ണൂർ മട്ടന്നൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ജീവിച്ചു വളർന്നതാണ്. അപ്പോൾ ഞങ്ങളവിടെ ഒരാൾ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഗൾഫിലേക്കാണ് പോവുക. അപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എടുത്തൊരു തീരുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തു വന്നാലും ഗൾഫിലേക്ക് പോവില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിനിമ ഇഷ്ടപ്പെടുന്ന, കല ഇഷ്ടപ്പെടുന്ന ആൾ ഗൾഫിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കല നശിച്ചു, പിന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇന്ന് അത് മാറി. അത് മാറാനുള്ള ഏറ്റവും വലിയ കാരണം ഇതുപോലുള്ള വെന്യൂസാണ്. അതായത് സിനിമയായാലും സാഹിത്യമായാലും നമ്മുടെ നാട്ടിൽ ആഘോഷിക്കപ്പെടുന്നതിനേക്കാൾ ഇവിടെയാണ് ആഘോഷിക്കപ്പെടുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ പ്രവാസി സാഹിത്യത്തിന് നമ്മുടെ മലയാള സാഹിത്യത്തിൽ വലിയൊരു സ്ഥാനമുണ്ട്. അതുപോലെ പ്രവാസ സിനിമകളുണ്ടാവും ഭാവിയിൽ. അതായത് നിങ്ങളിവിടുന്ന് അഭിനയിച്ച്, നിങ്ങളിവിടുന്ന് എഴുതി, നിങ്ങളുണ്ടാക്കുന്ന സിനിമകൾ ഇനി ഉണ്ടാവും. അതെ, കാരണം എന്താ വെച്ചാൽ UAE ഒരുപാട് സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം കുറേ ഓഡിഷൻസിൽ പോയിട്ടും കിട്ടാണ്ട് വരുന്നത്. കാരണം നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ലെജൻസ് നമുക്കിവിടെ വന്ന് ഒരു ആക്ടിങ് വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്ന നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളാണ്. സാറ് പിന്നെ സാറ് ആദാമിൻ്റെ മകൻ അബു തൊട്ട് ആൻഡ് ദ ഓസ്കാർ ഗോസ് ടു, പിന്നെ സാറ് പ്രൊഡ്യൂസറായിട്ടുള്ള 1001 നുണകൾ. ആ ഒരു ജേണി ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ജേണി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, കാരണം എല്ലാം ഒരു പ്രവാസി ടച്ച്. ഇപ്പം നമ്മുടെ പത്തേമാരി എടുത്താലും നമ്മുടെ കുഞ്ഞനന്ദൻ്റെ കട, അതില്ല നമ്മുടെ ആദാമിൻ്റെ മകൻ, എല്ലാം ഒരു സാറ് പ്രവാസികൾക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു പടമായിരുന്നു പത്തേമാരി. അപ്പം അതേ പറ്റിയിട്ട്, കാരണം സാറ് പ്രവാസി ആയിരുന്നില്ലല്ലോ. അത് ഗൾഫിൽ എവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഗൾഫിൽ എവിടെയായിരുന്നു? ഗൾഫിൽ ദുബായിലായിരുന്നോ സൗദിയിലായിരുന്നോ ഒക്കെ. പക്ഷേ ഞാൻ പ്രവാസിയല്ല. പക്ഷേ എൻ്റെ ചുറ്റുഭാഗം ഒരുപാട് പ്രവാസികളുണ്ടായിരുന്നു. അവരുടെ അനുഭവങ്ങൾ അവർ പറഞ്ഞപ്പോൾ ശരിക്ക് ആദാമിൻ്റെ മകൻ അബു കഴിഞ്ഞു, കുഞ്ഞനന്ദൻ്റെ കട കഴിഞ്ഞിട്ട് ഞാനൊരു യാത്രയ്ക്ക് ജിദ്ദയിൽ ചെന്നപ്പോൾ അവിടെയുള്ള പ്രവാസികൾ ഇതുപോലുള്ളൊരു പരിപാടിക്ക് എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, നിങ്ങൾക്കെന്താ ഞങ്ങളെ കുറിച്ചൊരു സിനിമ എടുത്തുകൂടെ എന്ന്. ആ ഒരു ചോദ്യത്തിൽ നിന്നാണ് പത്തേമാരി എന്ന് പറയുന്ന സിനിമ ഉണ്ടായത്. കാരണം ഒരുപാട് പേര് അത് ശരിക്കും റിയൽ ലൈഫായിട്ട് കണക്ട് ചെയ്യുന്നൊരു സംഭവമാണ്. ഒരുപാട് കാര്യങ്ങൾ തന്നെ ഇപ്പോഴത്തെ അത് പണ്ടത്തെ ഒരു ഇതാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ കമോൺ കേരളയിൽ സാർ ഇങ്ങനെ വന്നിട്ട് നമ്മുടെ സിനിമ ആസ്വദിക്കുന്ന ആൾക്കാർ, സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഇങ്ങനെ ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്ന ഒരുപാട് സന്തോഷമുണ്ട് സാർ. താങ്ക് യു സോ മച്ച്.